കഴിഞ്ഞ വീഡിയോയിൽ സരസ്വതി ടീ സ്റ്റാളിനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കൽപ്പാത്തി രഥോത്സവം കാണുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അഫാലിക്കും റിയാസും ബിജീഷേട്ടനുമാണ്. അവിടുത്തെ കാഴ്ചകളും കടകളൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പകലാണ് അവിടെ എത്തിയത്. വലിയ റഷ് ഇല്ല, എന്നാലും അത്യാവശ്യം റഷ് ഉണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു, അതായിരുന്നു ഒരു പ്രശ്നം. ഇവിടുത്തെ ഉത്സവം രഥോത്സവം തുടങ്ങുന്നത് വൈകിട്ടാന്ന് പറഞ്ഞു അവിടുത്തെ ലോക്കൽ കടക്കാരൊക്കെ. സോ ആ സമയത്ത് നല്ല റഷ് ഉണ്ടാവുമെന്നാണ് കേട്ടത്. നമ്മൾ വൈകിട്ടാകണ വരെ അവിടെ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ പകൽ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം അമ്പലവും കാര്യങ്ങളൊക്കെ കാണാൻ ഡിസൈഡ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വെയിലുള്ള കാരണം മാത്രമുള്ള ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ രഥോത്സവത്തിൻ്റെ സെറ്റപ്പ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അവർ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ അതിൻ്റെ അടുത്തോട്ട് പോകുന്തോറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റി. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസും സെൽഫീസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടകളിലെ സാധനങ്ങളും അത്യാവശ്യം വില കൂടുതലായിരുന്നു. കാരണം ഉത്സവമായ കാരണം തന്നെ എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും കൂടുതലായിരിക്കും. സോ ഇത് ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള വീടുകളിലെ കൂടി നടന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. നിങ്ങൾക്കും അങ്ങനെ കിട്ടിയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ വഴികളും കുറേ പേര് വീടിൻ്റെ അരികിൽ തന്നെ സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിങ്ങനെ കാണാം. സോ കൊള്ളായിരുന്നു, മൊത്തത്തിൽ കൊള്ളായിരുന്നു. ഇത് ഈ മറ്റേ m4marry.com-ൻ്റെ ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടാണ് അമ്പലം ഉള്ളത്. കുറച്ച് പിന്നെ ചെറിയ കടകളും ഒക്കെ ഉണ്ട് അവിടെ. ഞങ്ങളവിടെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് അമ്പലത്തിലോട്ട് കയറാൻ തീരുമാനിച്ചു. അമ്പലത്തിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതെ, കണ്ടോ, നല്ല കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ നിന്നില്ല, കാരണം നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുത് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോന്നു. കൂടി നടക്കുന്ന ആൾക്കാർക്ക് ചെരുപ്പിടാൻ പാടില്ല, അതേസമയം സൈഡിൽ കൂടി നടന്നു വന്ന ആൾക്കാർക്ക് ചെരുപ്പിടാം. സോ ഞങ്ങൾ സൈഡിൽ കൂടി തന്നെ നടന്നു പോന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്, അവിടെ കളയിട്ടേക്കണതും എല്ലാം. ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.